അപ്പോൾ എനിക്ക് നല്ലൊരു ഫുൾ ലെങ്ത്തിൽ ആക്ഷനുള്ള ഒരു മൂവി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നെഗറ്റീവ് ഷെയ്ഡിൽ, ലൈക്ക് ഒരു സൈക്കോയോ അങ്ങനെ എന്തെങ്കിലും ഒരു കില്ലറൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറില്ലേ. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ടോണി ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞാനിപ്പോൾ ഒരു 45,000 50,000 ചാർജ് ചെയ്യുന്നത് എൻ്റെ ഒരു സ്കില്ലിനാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്, പ്രൊഡക്റ്റിനല്ല നമ്മൾ ചാർജ് ചെയ്യുന്നത്. നിങ്ങളാണല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര ബോറായിരുന്നിട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഹേർട്ടായത്. അത്ര വലിയ ബ്രാൻഡ് ഷൂട്ട് ആയാലും ബഡ്ജറ്റ് ഉണ്ടാവില്ല. ബഡ്ജറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. അതെന്ന് വെച്ചാൽ അത് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കോസ്റ്റ്യൂമർക്കൊന്നും ബഡ്ജറ്റ് ഉണ്ടാവില്ല. AI വന്നല്ലോ. AI വന്നതിന് ശേഷം മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്? നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. അറിയില്ലേ, എൻ്റെ ഇതുണ്ടാക്കാൻ വേറൊരാളുടെ ആവശ്യമില്ലെന്നും അറിയില്ലേ. നമ്മൾക്ക് ഇവിടെ നാട്ടിൽ കുറേ പേര് എയർ ബ്രഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആക്ച്വലി പ്രോപ്പർ എയർ ബ്രഷ് അല്ല ചെയ്യുന്നത്. ടോണി LGBTQ സപ്പോർട്ട് ചെയ്യുന്നൊരു ഞാൻ LGBTQ മെമ്പറാണ്. യെസ്, എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറുതിലെ റിയലൈസ് ചെയ്തതാണ്. പക്ഷെ അന്ന് നമുക്കിങ്ങനെ ഈ ഗേ LGBT അങ്ങനെയുള്ള വേർഡൊന്നും നമുക്കറിയില്ല. ഞാനൊരു പക്ഷേ മാർക്കറ്റിംഗ് നല്ല പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും ഞാൻ വൺ ഓഫ് ദ ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടാവും, ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ആയിട്ടുണ്ടാവും. എൻ്റെ ഒരു ഡ്രീമായിരുന്നു എൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് ബ്രോസ് ആൻഡ് ബ്രൈഡ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഹണി റോസിനെയോ ലിച്ചിയെയോ അമല പോളിനെയോ നസ്രി ആരാണെങ്കിലും ഹായ് ഗായ്സ്, ബ്രാൻഡ് യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ടോണി ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ടോണി, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. അപ്പം ഈ വീട്ടുകാർ ചെറുപ്പത്തിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം എന്തെങ്കിലും പറയാറൊക്കെ ഉണ്ട്? ഓഫ് കോഴ്സ് നല്ല അടിയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ എന്താ പറയുക, അവരൊക്കെ പേടിച്ച് നമ്മളിങ്ങനെ കുറേ നമ്മുടെ ഉള്ളിലുള്ള വാസന അത് അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ അത് നമ്മളുടെ ഉള്ളിലുണ്ടാവും. അവരെ പേടിച്ചിട്ട് നമ്മളിതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പം ഇന്ന് ഈ മേഖലയിൽ ടോണി തിളങ്ങി നിൽക്കണം. അപ്പം അവരെന്താ? ഐ ഫീൽ വെരി പ്രൗഡ്. എനിക്ക് പിന്നെ അവർക്കും അത് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഫാമിലി വളരെ നല്ല പോലെ ടേക്ക് കെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് പോകണം ലൈഫ്. ഈ മേക്കപ്പ് ഫീൽഡിലേക്ക് വരുമ്പം കോസ്റ്റ് ഒരു ഇഷ്യൂ ആണല്ലോ. 2000-ൻ്റെ മേക്കപ്പ്, 5000-ൻ്റെ മേക്കപ്പ്, അതിലൊക്കെ ഈ ഡിഫറൻസ് എന്താ വരുന്നത്? അതെനിക്കിപ്പോഴും അറിയില്ല എന്നുള്ളത്. കാരണം അത്രയും അതായത് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് ലൈക്ക് ഒരു 2013-ലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്ന് എത്രയാണോ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്കണം, ഞാൻ എൻ്റെ മേളിലേക്ക് പോയിട്ടുള്ളൂ, താഴത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ 2500-ഒക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് സെമിനാർസ് ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ സെമിനാർസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ ആണ് ഈ 2500 പോയിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന വർക്കുകൾ വിശ്വസിച്ചിട്ട് ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്യും. പക്ഷേ ഇവർ എത്രമാത്രം കേപ്പബിളാണ് ഒരു ബ്രൈഡിനെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്കിന്ന് ഹെയറൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എത്രമാത്രം കേപ്പബിൾ ആണെന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പലരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2500-ന് ചെയ്ത് കൊടുക്കുന്നത്, ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. പക്ഷേ മറ്റൊരുത്തൻ്റെ ഒരു എന്താ പറയുക, മറ്റൊരുത്തൻ്റെ ലൈഫിലൊരു ബിഗ് ഡേ ആണ് വെഡ്ഡിങ് എന്ന് പറയുന്നത്. ആ ബിഗ് ഡേ എനിക്ക് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാര്യം ഞാൻ ഇതുപോലെ തന്നെ വന്ന ഒരാളാണ്. ഞാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ഞാൻ വെഡ്ഡിങ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്, കാരണം കുറേ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ കംപ്ലയിൻറ്റ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലാക്ക് ഓഫ് എക്സ്പീരിയൻസിലാണ് ഈ കംപ്ലയിൻറ്റ്സ് വരുന്നത്. കാരണം പല സ്കിൻ ടൈപ്പാണ്, സ്കിൻ ടെക്സ്ചേഴ്സാണ്, അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ 2500 മേക്കപ്പിലേക്ക് വരുമ്പോൾ ഈ വരുന്നവർക്കായിരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. കാര്യം നോക്കുമ്പോൾ അവരുടെ കിറ്റിലെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പെൻസീവ് പ്രൊഡക്റ്റാണ്. പക്ഷേ നമ്മൾക്ക് വടിയുണ്ട് കയ്യിൽ, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ് പലരുടെയും ഉള്ളത്. അപ്പം നമുക്കത് പ്രോപ്പർലി അപ്ലൈ ചെയ്യാൻ ഒരു നോളജ് ഉണ്ടാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇറങ്ങുമ്പം ശരിയാവില്ല, ടൈം എടുത്ത്. ഇവർ ഈ സെമിനാർസ് അറ്റൻഡ് ചെയ്തിട്ടൊരു ലൈക്ക് നമ്മൾ വേറൊരാളുടെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ പഠിക്കണത് നമ്മൾ ചെയ്യണത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളൊരു കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടെക്നിക്സ് പഠിക്കും. പക്ഷേ ഈ ടെക്നിക്സ് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത് വേണ്ട സ്ഥലത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാൽ അവർ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ആ സെമിനാറിൽ ഒരു മെത്തേഡ് കാണിക്കും, ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടൊരു മെത്തേഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ അവരത്
കറക്റ്റായിട്ട് പോയിട്ട് ഫോളോ ചെയ്യും. ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് എന്താ പറയുക, അവരുടെ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ച് കോൺട്യൂർ ചെയ്യണമല്ലോ. അപ്പോൾ കോൺട്യൂർ വേണ്ട ആൾക്കാരും ഉണ്ടാവും, ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പം നമ്മൾ കോൺട്യൂർ വേണ്ട ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോയിട്ട് കോൺട്യൂർ ചെയ്യും. ഫേസിൻ്റെ ഷേപ്പേ മാറും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് ഫിക്സ്ഡ് ആണല്ലോ. ആഫ്റ്റർ ഈ ബ്രൈഡൽ മേക്കപ്പ് കഴിഞ്ഞിട്ട് അവർ കുറയ്ക്കുക അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അത് എല്ലായിടത്തും ഉണ്ടാകും. നമ്മളൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ ബാർഗെയിനിങ് ഓഫ് കോഴ്സ് ഉണ്ടാവും. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ ഞാനൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും, പിന്നെ ഒരു ഡ്രേപ്പിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഈവൻറ്റ് നമ്മൾ ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മേക്കപ്പ് ഒരു എക്സ്പെൻസീവ് തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 45,000 അല്ലെങ്കിൽ 50,000 ചാർജ് ചെയ്യുന്നത് എൻ്റെ ഒരു സ്കില്ലിനാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്, പ്രൊഡക്റ്റിനല്ല നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും കൊല്ലം കൊണ്ട് ഞാൻ ഏൺ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു സാധനത്തിനാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളൊരു പ്രൊഡക്റ്റിനല്ല ചാർജ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഈ കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ചെയ്യുമ്പം കൂടുതലായിട്ട് മേക്കപ്പിനെ എഫക്റ്റ് ചെയ്യില്ല. പലരും ചാർജ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് ലാക്മിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത്ര രൂപ, ബോബി ബ്രൗണിൻ്റെ ആണെങ്കിൽ ഇത്ര രൂപ, മാക്കിൻ്റെ ആണെങ്കിൽ അങ്ങനെ ബ്രാൻഡ് വെച്ചിട്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എൻ്റെ ഒരു വാനിറ്റി നോക്കുവാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ബ്രാൻഡും ഉണ്ട് എൻ്റെ അടുത്ത്. ഓൾമോസ്റ്റ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു വാനിറ്റിയുടെ ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 10 lakhs പ്ലസ് ആണ്. അത്രയും പ്രൊഡക്ട്സ് എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആണ്. അപ്പോൾ ബ്രാൻഡ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു കോഴ്സ് ചെയ്യാൻ ഡൽഹി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡൽഹി പോയ സമയത്ത് അവിടെ ഈ പിള്ളേർ മേക്കപ്പ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വാനിറ്റി ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എല്ലാം ഒരു ലോക്കൽ പ്രൊഡക്റ്റുകളാണ്. ലോക്കൽ എന്ന് വെച്ചാൽ അങ്ങനെയില്ല, മേബിലിൻ, ലോറിയൽ പോലെയുള്ള നമ്മളങ്ങനെ യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇവർ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലുക്കും അതിൻ്റെ ഒരു ഔട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നു, നമ്മളെ ടെക്നിക്സാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം ടൈം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ട്, അതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടും വളരെ നല്ലതായിരിക്കും. ഈ ബ്രൈഡൽ മേക്ക് ഓവറിനൊക്കെ പോയിട്ട് മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻസ് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറേ ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ 2-3 ഉണ്ട്. രണ്ടും ഉണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ അത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആരെയും പറയാൻ പറ്റില്ല, എല്ലാവരും പെർഫെക്റ്റ് ആണെന്നുള്ളത്. ഇപ്പം എൻ്റെ വർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതുപോലെ എല്ലാവർക്കും. ഇപ്പം എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടവരാണല്ലോ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് 1-2 ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ആൾക്കാരെ കൊണ്ട് മാറ്റി പറയിച്ചിട്ടുണ്ട്. അത് എനിക്കൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡായിരുന്നു. നോർത്ത് ഇന്ത്യൻ ബ്രൈഡ് മാരിങ് ടു എ മലയാളി ബോയ് അതായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴത്തേക്കും ഈ നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സിനെ പൊതുവേ മാനേജ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അവരുടെ എക്സ്പെക്റ്റേഷൻസ് ആർ ടു ഹൈ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവരെന്നെ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. ഇവർക്ക് എന്നെ അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഇവർക്ക് ട്രയലൊന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവർക്ക് സംഗീതത്തിന് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പല ആർട്ടിസ്റ്റുകളും പല രീതിയിലാണ് മേക്കപ്പ് ചെയ്യുന്നത്. സപ്പോസ് ചില ആൾക്കാർ ഐ സ്റ്റാർട്ട് ചെയ്യും, ചിലർ ബേസ് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ്. ചിലർ ഹെയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു വേ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ബേസ് ഇട്ടിട്ടാണ് ഐ ചെയ്യുന്നത്. അപ്പോൾ ബേസ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ പെയിലാവും, ലൈക്ക് ഒരു ഈവൻ ടോൺ ആവും. മനസ്സിലായോ? പിന്നെയാണ് നമ്മൾ ഓരോ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവർക്ക് ബേസ് ഇട്ടു, കോൺട്യൂർ ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ജസ്റ്റ് പോയി കണ്ണാടി നോക്കി. അപ്പോൾ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. മേക്കപ്പിനെ പറ്റി അറിയാൻ പാടാത്ത ഒരാൾ നോക്കിയാൽ ഒരു പെയിൽ ഫേസ് ആയിരിക്കും. അപ്പോൾ ഇവർ കണ്ണാടി നോക്കിയിട്ട് ഇവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. ലൈക്ക് അയ്യോ ഞാൻ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യണം, ജസ്റ്റ് ഹെയർ ചെയ്യണം, ഡ്രസ്സ് ഇടണം, ആക്സസറൈസേഷൻ പ്രോപ്പർ ഇടണം, എങ്കിലും ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് മുന്നേ പോയി കണ്ണാടി നോക്കിയിട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാവും. എന്നിട്ട് ഇവർ പോയി അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു. ഇവരുടെ മറ്റേ ആ പയ്യൻ്റെ അമ്മ മലയാളിയാണ്. പുള്ളിക്കാരനെ വിളിച്ചു വരുത്തി, അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തി, ഭയങ്കര ഇഷ്യൂസ്. അപ്പോൾ ഈ അമ്മ കുറച്ച് ബുദ്ധിയുള്ളൊരു ലേഡിയാണ്, ഇവരുടെ അമ്മായിയമ്മ. അപ്പോൾ ഇവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ടോണി എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അവരുടെ അടുത്ത്. അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ആ കുട്ടീനോട് എക്സ്പ്ലെയിൻ ചെയ്തു, ലൈക്ക് നീ കുറച്ച് വെയിറ്റ് ചെയ്യും, കാര്യം പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ നമ്മൾ മേക്കപ്പ് ഫിക്സ് ചെയ്യാത്ത കൊണ്ടിട്ട് ഓൾറെഡി കരഞ്ഞ് പോയല്ല. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു വെഡ്ഡിങ് ഫോട്ടോനെ കാണിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് അതുപോലെ മേക്കപ്പ് ചെയ്യണം. ആക്ച്വലി ആ വെഡ്ഡിങ് ഫോട്ടോ എന്ന് പറയുന്നത് ഇവരുടെ ഒരു എൻഗേജ്മെൻറ്റ് ഫോട്ടോയാണ്.
എൻഗേജ്മെൻറ്റ് ഫോട്ടോ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ഫങ്ഷൻസ് കഴിഞ്ഞിട്ട് ഫുള്ളി ആ മേക്കപ്പൊക്കെ ബ്ലീഡ് ചെയ്ത് പോയതിന് ശേഷം നമുക്ക് ഹെയറൊക്കെ കാണുമ്പോൾ അറിയാം അതിന് ശേഷമുള്ളൊരു ഫോട്ടോയാണ്. പക്ഷേ അവർ അത് പ്രോപ്പറായിട്ട് എന്താ പിന്നെ കളർ ഗ്രേഡിങ് ഒക്കെ ചെയ്തിട്ട് ഉള്ള ഒരു ടോണൊക്കെയാണ്. അത് ഇവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ കുട്ടി പറയുന്നത് എനിക്ക് ആ ഒരു സെയിം ടോൺ വേണം. നമ്മുടെ സ്കിൻ ടോൺ ഡിഫറെൻ്റ് ആണ്, പലരുടെയും പല ഡിഫറെൻ്റ് ആണ്. നമുക്ക് അതേപോലത്തെ സ്കിൻ ടോൺ ആക്കി എടുക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് ഈ കുട്ടിയുടെ ഫ്രണ്ടിനെ പിടിച്ചിരുത്തിയിട്ട് ഇവള് പറഞ്ഞു ഇന്ന കൺസീലർ യൂസ് ചെയ്യും, ഇന്ന ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. ഞാൻ അതൊക്കെ ചെയ്തു. ഈ കുട്ടി പറഞ്ഞ പോലെ ഹെയർ ഒക്കെ ചെയ്ത് കൊടുത്തു. അവർ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഈവൻറ്റ് മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, ടോണി താൻ എന്താണ് കാണിച്ചു വെച്ചത്? അപ്പോൾ ഞാൻ എന്ത് പറ്റി? അപ്പം പറഞ്ഞു ഭയങ്കര ബോറ് മേക്കപ്പ്, ഭയങ്കര ബോറ് ഹെയർ സ്റ്റൈല്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കുഴപ്പമില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു അവർക്ക്. എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി ആ പെൺകുട്ടി കുറച്ച് മുട തന്നെയാണ്, കാര്യം ഇവിടെയും വന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോയതാണ്. അപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ ഈവനിങ്ങിൽ ഇവർക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് ഞാൻ വരുമ്പോൾ ഇവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഭയങ്കര ബോറായിരുന്നിട്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹേർട്ടായി അത്. അപ്പം ഞാൻ ഈ ഒരു പയ്യനെ വിളിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, അതെൻ്റെ വർക്കല്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇനി ഞാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിനോട് പറയണം, മിണ്ടാതിരിക്കണം. ആ പെൺകുട്ടി മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ എൻ്റെ പേയ്മെൻറ്റ് തന്ന് സെറ്റിലാക്കി വിടാം, നിങ്ങൾക്ക് വേറെ ആരെന്ന് വെച്ചാൽ വിളിച്ച് മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ ലൈക്ക് ഒരു ബെഗ് ചെയ്യണ ഒരു പോലെയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടിനോട് അയാൾ പറഞ്ഞ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇവരുടെ വെഡ്ഡിങ് എൻഗേജ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത്, സെക്കൻഡ് ഈവൻ്റ് എന്ന് പറയുന്നത്. മൊത്തം 5 ഈവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യാം, കാലത്തെ പോലത്തെ ഷോ ഓഫ് ആണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ പോയി. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവങ്ങളുള്ളതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് എനിക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ നമ്മൾ കമ്മിറ്റ് ചെയ്ത വർക്കാണ്. ഈവൻ എൻ്റെ അപ്പച്ചൻ മരിച്ചു കിടന്നപ്പോൾ പോലും ഞാൻ പോയതാണ് വെഡിങ്ങിൽ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അത്രയും പാഷനേറ്റ് ആണ്, നമ്മൾ അത്രയും കമ്മിറ്റഡ് ആണ് വർക്കിൽ. എന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ കാലത്ത് വന്നപ്പോഴത്തേക്കും ആ കുട്ടികൾ വന്നിട്ട് എന്നെ ആദ്യം കുറ്റം പറഞ്ഞ ആൾ തന്നെ വന്നിട്ട് പറയുവാണ്, ടോണി യു ഡിഡ് ആൻ അമേസിങ് ജോബ്, ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്, ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മിണ്ടാതിരുന്നാൽ വർക്ക് നന്നാവും. ഈവൺ അതുപോലെ തന്നെ വെഡ്ഡിങ്ങിന് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടി, റിസപ്ഷനും കോംപ്ലിമെൻറ്റ്സ് കിട്ടി. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷേ ടെക്നിക്കലി ഇവർക്ക് അറിയില്ല. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ. ഈ സെയിം തിങ് ആണ് നമ്മൾ മേക്കപ്പ് ട്രയൽ കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത്. മേക്കപ്പ് ട്രയൽ നമ്മൾ ഒരാൾ കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് അവരിട്ടേക്കുന്ന ഒരു നോർമൽ ഡ്രസ്സിലാണ് ഒരു ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് നമ്മൾ ചെയ്യുന്നത്. അതും ആ ഡ്രസ്സുമായിട്ട് മാച്ച് ആവില്ല, പലർക്കും അത് ഐഡിയ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മേക്കപ്പ് ട്രയലിൽ നമ്മൾ ഫേസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഫേസിലെ ടോണും നെക്ക് ടോണും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ബിഗ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി വന്നു കഴിയുമ്പോഴേ അതൊരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇവർക്ക്. ഈവൻ നമ്മൾ വെക്കുന്ന ഒരു ചെറിയൊരു പൊട്ട് പോലും കുറേ ഡിഫറൻസസ് ഉണ്ടാക്കും ഫേസിൽ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവരെ വിളിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വേറെ ഒന്നുമല്ല, നമുക്ക് അത്രയും വായിട്ടലക്കണ്ടല്ലോ. ഈ ബ്രൈഡ്സിന് മാത്രം മേക്കപ്പ്, സെലിബ്രിറ്റീസ് അങ്ങനെയുള്ളവർ? ഞാൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ സെലിബ്രിറ്റീസിന് ഒരുപാട് ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരുപാട് ടോപ്പ് ഫോട്ടോഗ്രാഫേഴ്സ്, ബോളിവുഡ് ഫോട്ടോഗ്രാഫേഴ്സ്, ടാറസ്, ദബു രക്നാനി, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ്. അങ്ങനെ ആർക്കും കിട്ടില്ല. എനിക്കിപ്പോഴും അറിയാം, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പോലും ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ കുറച്ച് പാടുപെടുന്നൊരു ടൈമാണ്. അപ്പോൾ എനിക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി എന്നുള്ളത് ഞാൻ വളരെ താങ്ക്ഫുള്ളാണ്, വളരെ ഗ്ലാഡാണ്. പിന്നെന്താ പറയുക, സെലിബ്രിറ്റീസിന് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. കാര്യം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസിന് വെച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വളരുക എന്നുള്ളതാണ് എൻ്റേത്. ആ ഒരു ഘട്ടം എൻ്റെ കഴിഞ്ഞു. ഓൾറെഡി ഞാൻ എൻ്റെ പ്രൊഫൈൽ ബിൽഡ് ചെയ്തു. ഇനി എനിക്ക് എൻ്റെ ഫോക്കസ് മണിയാണ്. അപ്പം ഞാൻ വെഡ്ഡിങ്സാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു ബ്രാൻഡൊക്കെ ലോഞ്ച് ചെയ്തു റീസെൻ്റ്ലി. എൻ്റെ പേര് ബ്രോസ് ആൻഡ് ബ്രൈഡ്സ് എന്നാണ്. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഐബ്രോ ലാമിനേഷൻ, ഐലാഷ് എക്സ്റ്റൻഷൻ, നെയിൽ എക്സ്റ്റൻഷൻ, അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൊക്കേഷൻ ഇത് കഴുത്തുമുട്ടെന്ന് പറയും, തോപ്പുംപടി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്.
അപ്പം ബ്രാൻഡ് കൂടുതലിപ്പം മേക്കപ്പ് ഓൺ ബ്രാൻഡിൽ തന്നെയാണല്ലോ പുറത്ത് പോയി ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി രണ്ടായിട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ടോണി ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളത് ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് പോവുകയാണ്. ഇതെൻ്റെ ഷോപ്പ് വേറൊരു രീതിയിൽ പോവുകയാണ്. രണ്ട് കോൺടാക്ട് നമ്പർ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ താരിഫ് ഡിഫറെൻ്റ് ആണ്. എല്ലാം ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എല്ലാം ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. ഫിലിമിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ആക്ടിങ് ഒരു പാഷൻ ആണോ എന്ന് വെച്ചാൽ പാഷനിൽ, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ആക്ടിങ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ഫേസ് ഒരു സിൽവർ സ്ക്രീനിൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതുപോലെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറേ ഓഡിഷൻസിലൊക്കെ ഞാൻ പണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 1-2 ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ മുന്നേ ചെറുതിൽ ഞാനൊരു 10th പഠിക്കുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഏഷ്യനെറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെന്ന് വെച്ചാൽ ഈ പേപ്പറുകളിൽ ഇങ്ങനെ പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയൊരു ഓഡിഷൻ പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ എടുത്ത് അഡ്രസ്സൊക്കെ എടുത്ത്, അന്ന് ഫോട്ടോസൊന്നുമില്ല, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമുക്കില്ലല്ലോ. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കും, ഒരു ബയോഡേറ്റ ഉണ്ടാക്കും, അയച്ചു കൊടുക്കും, അവർ വിളിക്കും, പോയി അറ്റൻഡ് ചെയ്യും, ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഞാൻ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് ഒരു 2-3 ഷോർട്ട് ഫിലിംസിൽ ഞാൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിനും എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ചീത്ത കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇൻകം വേണം. ഇതൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രസ്സാണെങ്കിലും പിന്നെ ട്രാവലും കൊണ്ടുപോകാനൊക്കെ ഒരാൾ വേണം കുട്ടികളാകുമ്പോൾ. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി. പിന്നെ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷനിലും പിന്നെ ജോബിലൊക്കെ എല്ലാം ഫോക്കസ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് റീസെൻ്റ്ലി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. കാരണം ഞാൻ മുന്നേ വർക്ക് ചെയ്തൊരു ആഡ് ഫിലിം ഡയറക്ടർ ഉണ്ട്, ഷാൻ കേച്ചിരി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് മറ്റേ എന്താ പറയുക, സർവമല്ലോ, സ്വച്ഛന്ത മൃത്യു മൂവിയുടെ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി എന്നോട് ഒരു ദിവസം ചോദിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. പുള്ളിയുടെ ഒരു പുതിയ മൂവി റിലീസാവാൻ പോകുന്നുണ്ട്, ഷൂട്ട് അടക്കുക, 4 സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ ചുമ്മാ ആക്കുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ, ഞാൻ ചെയ്യാനെന്താണെന്ന് വെച്ചു. അങ്ങനെ അയാൾ പറഞ്ഞു, താൻ ഇന്ന ഡേറ്റ് ആകുമ്പോൾ ഒരു സ്ഥലത്ത് വരണം, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഉള്ളതാണെന്ന്. എനിക്കറിയില്ല ഇത് ഉള്ളതാണോ ഇല്ലെന്നുള്ളത്. എന്നിട്ട് ഒരു 2 days കഴിഞ്ഞായിരുന്നു എൻ്റെ ഷൂട്ട്. ചോറ്റാനിക്കരയിലായിരുന്നു ഷൂട്ട്. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് അതൊരു സസ്പെൻസാണ്. അതിനെക്കുറിച്ചൊന്നും പുറത്ത് പറയാം അങ്ങനെ പറയാൻ പാടില്ലെന്ന്, കാരണം ഇച്ചിരി സസ്പെൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് അത്. അപ്പം അതിനുശേഷം പിന്നീട് ഇതിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പണ്ട് ചെറുപ്പത്തിൽ വിട്ടത് അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് ഞാൻ മുന്നേ ഇങ്ങനെ ഓഡിഷൻസിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ഫാഷൻ ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഹെയറോ മാക്സിൻ്റെ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പ് 10 എത്തിയതാണ്, ഫൈനലിസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പ്രോബ്ലം ഹൈറ്റാണ്, എനിക്ക് ഷോ ചെയ്യുമ്പോൾ അറിയാമല്ലോ. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഷോയിൽ ഹെയറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആക്ടിങ് ഇഷ്ടമാണ്. അങ്ങനെ 1-2 ഓഡീഷൻസിലൊക്കെ പോയിട്ട് വളരെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. കാരണം എന്താ പറയുക, പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ഫെമിനിൻ ടൈപ്പ് ആയതുകൊണ്ടിട്ട് അവർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ആ ടൈമിൽ. ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊരു എന്താ പറയുക, എനിക്കിങ്ങനെ, അതായത് അവർ മാറി എന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ആ സംഭവം കൊണ്ട് കംപ്ലീറ്റ്ലി നിർത്തി. പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പം അന്ന് മാറി നിന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പം ഇത് കാണുന്നുണ്ടാവുമല്ലോ, കാണട്ടെ. അപ്പം ഇപ്പം അവർ എങ്ങനെയായിരിക്കും ടോണി? അതായത് അന്ന് മാറി നിന്ന് കുറ്റം പറഞ്ഞൊരു മോഡലിംഗ് ഏജൻസി, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ പുള്ളിയായിരുന്നു വൺ ഓഫ് ദി ടോപ്പ് ഇവിടുത്തെ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിനെ റീസെൻ്റ്ലി ഒരു ഷൂട്ടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി പുള്ളിയുടെ ബിഹേവിയർ എനിക്ക് അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാധനം വേണം. ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണോ? ഇന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് ഓൾറെഡി ഔട്ടായ ആളാണ്, ഞാനിപ്പോഴും ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എന്താ പറയുക, പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമല്ല, ആദ്യം മുതൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പുള്ളി പ്രാവശ്യം ഇങ്ങനെ, പുള്ളിക്കറിയാം ഞാനാണ്, പുള്ളിക്ക് എന്നെ പരിചയമുണ്ട്, അന്നത്തെ ആ ഒരു ഇൻസിഡൻസൊക്കെ പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് തന്നെ ഭയങ്കര ഞാൻ വലിയ കാസ്റ്റിംഗ് ഡയറക്ടറാണെന്ന രീതിയിലൊക്കെ സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ പുള്ളിക്ക് തിരിച്ച് അങ്ങോട്ടൊരു ഡോസ് കൊടുത്തു. അതായത് പുള്ളി പറഞ്ഞിട്ടുള്ള കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ഒരു ആഡ് ഷൂട്ടാണ്, ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ പുള്ളിക്കാരൻ മെയിനായിട്ട് പറയുന്നത് ബഡ്ജറ്റാണ്. അതായത് എത്ര വലിയ ബ്രാൻഡ് ഷൂട്ടായാലും ബഡ്ജറ്റ് ഉണ്ടാവില്ല. ബഡ്ജറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. അതെന്ന് വെച്ചാൽ അത് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, കോസ്റ്റ്യൂമർക്കൊന്നും ബഡ്ജറ്റ് ഉണ്ടാവില്ല.
നമ്മളൊക്കെ ഫ്രീ ആയിട്ട് പോയി വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഒരു 10-12 ഇപ്പോൾ ഒരു ആഡ് ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ, സപ്പോസ് ഇപ്പോൾ ഒരു ജ്വല്ലറി ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 10-12 മോഡൽസിനൊക്കെ മേക്കപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് അത്രയും പ്രൊഡക്റ്റ് കൺസംഷൻ ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ബഡ്ജറ്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഉള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ആ ഒരു സംസാര രീതി എനിക്ക് ആദ്യമേ തന്നെ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ഇയാൾ പറഞ്ഞപ്പോൾ ഒരു അക്സെപ്റ്റൻസ് കുറവ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ആ വർക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചു. ഇപ്പോൾ ഈ ബ്രൈഡൽ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ ബ്രൈഡൽ മേക്കപ്പിൽ എല്ലാത്തിലും എടുക്കുമ്പോൾ ഏറ്റവും പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഈ മേക്കപ്പ് ടൈമിലായിരിക്കുമോ അല്ല അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴായിരിക്കുമോ, എന്തായിരിക്കും? എനിക്ക് ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ പുതിയൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു പഴയ ഫീൽ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു പേടി ഇപ്പോഴും ഉണ്ട് ചെയ്യുമ്പോൾ. കാരണം പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴുള്ള സിറ്റുവേഷനാണ് ഇപ്പോഴും. എനിക്ക് പേടിയുണ്ട്, പക്ഷേ നമുക്ക് അറിയാം ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രൊആക്റ്റീവ് ആയിരിക്കും, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പേടിയില്ല എനിക്ക്. പക്ഷേ ചില സിറ്റുവേഷൻസ് ഉണ്ട്, ലൈക്ക് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഇൻസിഡൻസ് ഇല്ലേ, അതുപോലത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക, അതാണ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതെൻ്റെ ടോട്ടൽ മൂഡിനെ എഫക്റ്റ് ചെയ്യും അത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാക്സിമം ഉണ്ടാവാതിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യും. പിന്നെ ഇപ്പം ഉണ്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈൽ വെച്ചിട്ടത്, പിന്നെ എനിക്ക് തീരെ നിവർത്തിയിൽ ഞാൻ കൊടുക്കോട്ടെ അങ്ങോട്ട് തിരിച്ച്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. തീരെ എൻ്റെ സഹികെട്ട് കഴിയുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. പക്ഷെ മാക്സിമം നമ്മൾ ആ ഒരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ അങ്ങനെ എന്തെങ്കിലും ഈ ബ്രൈഡ്സ് ആണോ കൂടുതൽ ഇടപെടൽ, വീട്ടുകാരായിരിക്കും ഇതിൻ്റെ അകത്ത് ഇടപെടുക മേക്കപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ? എവിടെയായാലും, അതായത് ബ്രൈഡ്സ് എന്ന് പറയുമ്പോൾ അവർ ആക്ച്വലി മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കും. പിന്നെ പല കുട്ടികളും എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ ഇഷ്ടത്തിനാണ് നിൽക്കുന്നത്. ഇപ്പോഴുള്ള പിള്ളേർ അങ്ങനെയല്ല. ഇപ്പോൾ ലൈക്ക് ഒരു 5 years നോക്കുമ്പോഴത്തേക്കും പിള്ളേർ കുറച്ചുകൂടെ ഒപ്പീനിയനേറ്റഡ് ആണ് ആൾക്കാർ. അവർക്ക് അറിയാം എന്താ വേണ്ടെന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്രൈഡിനോട് ഞാൻ ലൈക്ക് എന്നെ ബുക്ക് ചെയ്യുന്ന ടൈം മുതൽ ഒരു കോൺവെർസേഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെപ്പോഴും ടച്ചിലായിരിക്കും. അവരുടെ ഷോപ്പിംഗ് ആണെങ്കിലും, അവരുടെ സ്കിൻ കെയർ ആണെങ്കിലും, ഈവൻ ജ്വല്ലറി പർച്ചേസ് ആണെങ്കിലും, ആക്സസറീസ്, മേക്കപ്പ്, ഹെയർ, എല്ലാത്തിലും നമ്മളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ആദ്യമായിട്ട് കാണുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവാറില്ല. എപ്പോഴാണ് പ്രോബ്ലം വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാരുടെ ഫാമിലീസിൽ അതായത് ഇവർ അത്രയും ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നൊരു നെഗറ്റീവ് പറഞ്ഞാൽ മതി. ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടായിരിക്കില്ല. ഇപ്പം ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്തു, ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്കറിയാം ഞാൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. എൻ്റെ ഡ്രോബാക്സ് അറിയാം, എൻ്റെ ഫീച്ചേഴ്സ് എനിക്കറിയാം. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഭംഗിയാണെന്ന് എനിക്ക് തോന്നിയാൽ മതി. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. പിന്നെ പലരുടെയും കണ്ണിൽ കൂടിയാണ് നമ്മൾ കാണുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ മറ്റേ ബ്രൈഡ് എന്ന് പറയുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്നതും ജ്വല്ലറി ഇടുന്നതും കോസ്റ്റ്യൂംസൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് ഒരാളൊരു ബാഡ് കമൻറ്റ്, ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ അത് അവരുടെ ടോട്ടൽ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ HD മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ്, ഗ്ലാസ് സ്കിൻ മേക്കപ്പ്, ഇതിനെല്ലാം കുറിച്ചും ഈ തെറ്റിദ്ധാരണകൾ വളരെ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? HD മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനേഷൻ മേക്കപ്പാണ്. മറ്റേ എയർ ബ്രഷ് എന്ന് പറയുമ്പോൾ സിലിക്കൺ ബേസ്ഡ്, പ്യുവർലി സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റിംഗ് ടൈം വന്നിട്ട് 24 hours ആണ് പറയണതെങ്കിലും നമ്മൾക്ക് ഇവിടെ നാട്ടിൽ കുറേ പേര് എയർ ബ്രഷ് ചെയ്യാനുണ്ട്. പക്ഷേ അത് ആക്ച്വലി പ്രോപ്പർ എയർ ബ്രഷ് അല്ല ചെയ്യുന്നത്. പ്രോപ്പർ എയർ ബ്രഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ആ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻസ്, പ്രൈമർ, പിന്നെ ബ്ലഷസ്, ഐ മേക്കപ്പ് എല്ലാം നമ്മൾ ആ പ്യുവർ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പാണ്. അത് എല്ലാ സ്കിൻ ടൈപ്പിനൊന്നും സ്യൂട്ട് ആവില്ല. ഇവിടെ പലരും ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം HD മേക്കപ്പ് ഇട്ടൊന്ന് ഹൈഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിലാണ് ഈ എയർ ബ്രഷ് സ്പ്രേ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. മേക്കപ്പ് നമ്മൾ ലെയേഴ്സ് ആണല്ലോ, ലെയേഴ്സ് സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ സെയിം പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ആ സെയിം ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുമെങ്കിൽ മേക്കപ്പ് സ്റ്റേ ചെയ്യും. പക്ഷേ ഇവിടെ കണ്ടുവരുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ ഈ HD മേക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ സ്പ്രേ ചെയ്യുന്ന കൊണ്ടിട്ട് അത് സ്ലിപ്പ് ആവുന്നുണ്ട്, അത് ഫ്ലേക്കി ആവാനുള്ളൊരു സാധ്യതയുണ്ട്. സിലിക്കൺ ബേസ്ഡ് ആണല്ലോ അത്. അപ്പോൾ അത് സെറ്റായി കഴിയുമ്പോൾ അത് ഫ്ലേക്കി ആയി പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ പലരുടെയും വീഡിയോസിൽ കാണുമ്പോൾ ആദ്യം ആ ഇമ്മീഡിയറ്റ് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്, ഭയങ്കര ഗ്ലോസി ഒരു വെറ്റ് ലുക്ക് ഫേസ് ആയിരിക്കും. പക്ഷേ ആഫ്റ്റർ സം ടൈം, ലൈക്ക് ഒരു 2 hours 3 hours കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നേച്ചർ പുറത്തു വരും. ഇവിടെ നിന്നൊക്കെ ഫ്ലേക്കി ആവാൻ തുടങ്ങും. നമ്മുടെ സ്മൈൽ ലൈൻസൊക്കെ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൺസ് ഇത് ഫ്ലേക്കി ആയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആ സെയിം ഏരിയയിൽ നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റില്ല.
മനസ്സിലായോ? അങ്ങനെ ഒരു പ്രശ്നം എയർ ബ്രഷ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ ബ്രൈഡ്സിന് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് HD മേക്കപ്പ് തന്നെയാണ്. HD ആകുമ്പോഴും അത് ആക്ച്വലി പ്യുവർലി സിലിക്കൺ ബേസ്ഡ് അല്ലെങ്കിൽ പോലും സിലിക്കൺ ബേസ്ഡ് ഫൗണ്ടേഷനാണ്. സെയിം ടൈം അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ AI വന്നല്ലോ, ഈ AI വന്നതിന് ശേഷം മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്? AI വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. അറിയില്ലേ, എൻ്റെ ഇതുണ്ടാക്കാൻ വേറൊരാളുടെ ആവശ്യമില്ലെന്നും അറിയില്ലേ. അതുപോലെ നമുക്ക് ഞാൻ വീഡിയോസ് എടുക്കുന്ന ആളാണ്. എനിക്കൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, വീഡിയോഗ്രാഫർ ഉണ്ട്. നോർമലി ഈ വെഡ്ഡിങ് മേക്കപ്പിന് പോയി കഴിയുമ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് വളരെ സെലക്റ്റീവായിട്ടുള്ള ഫോട്ടോസാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ അപ്ഡേഷൻസ് നടക്കില്ല. അപ്പം എനിക്കൊരു സ്വന്തമായിട്ടൊരു വീഡിയോഗ്രാഫറെ ഞാൻ വെച്ചിട്ടുണ്ട്. പുള്ളിയാണ് എൻ്റെ വെഡ്ഡിങ്സൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിനെ കൊണ്ട് ഫോട്ടോസ് എടുപ്പിച്ച് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും. എനിക്ക് എഡിറ്റിങ്ങിൽ എല്ലാവരും ചെയ്യണം എനിക്ക് ഇഷ്ടാവില്ല. എനിക്ക് എൻ്റെ ഒരു ടോണൊക്കെ ഉണ്ട്. അപ്പോൾ വന്നപ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്രൈഡ് അവരുടെ ഡ്രസ്സ്, അവരുടെ ജ്വല്ലറി, അവരുടെ ഒരു ഫേസ് ഒക്കെ തന്നാൽ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അവരെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അത് AIക്ക് മുന്നേ പറ്റില്ല, നമുക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷേ അവർ ആ ഒരു പെർട്ടിക്കുലർ ഹെയർ സ്റ്റൈലിൽ ആ ഒരു മേക്കപ്പിൽ അവരെങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം വിത്തൗട്ട് ട്രയൽ. അപ്പം ടോണി LGBTQ സപ്പോർട്ട് ചെയ്യുന്നൊരു ഞാൻ LGBTQ മെമ്പറാണ്. എന്താണ് അതിനെക്കുറിച്ച്? ഞാൻ ബോൺ ഗേ ആണ്. ഞാനിത് എൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴല്ല, ഞാൻ വളരെ മുന്നേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ആരാണെന്നുള്ളത്. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യണമല്ലോ ആദ്യം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോഴും ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീട്ടുകാർ ഏത് ടൈമിലാണ് റിയലൈസ് ചെയ്തത്? എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറുതിലേ റിയലൈസ് ചെയ്തതാണ്. പക്ഷെ അന്ന് നമുക്കിങ്ങനെ ഈ ഗേ LGBT അങ്ങനെയുള്ള വേർഡൊന്നും നമുക്കറിയില്ല. പക്ഷേ വളരെ കുഞ്ഞിലെ തന്നെ ഞാൻ അട്രാക്റ്റ് ആയിട്ടുള്ളത് മെന്നിനോടാണ്. അപ്പം ഇത് വീട്ടുകാരുടെ അടുത്ത് പറയുന്ന സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വീട്ടുകാരോട്? ഞാൻ പറയട്ടെ, ഒരു കുട്ടി ഉണ്ടായി, അതായത് ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ വീട്ടിൽ അവർക്ക് എൻ്റെ സ്വഭാവം കാണുമ്പോൾ പറയും ഞാൻ ആരാണെന്നുള്ളത്. പക്ഷേ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ അവരുടെ മക്കൾ എത്ര കച്ചറകളായാലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറയും എൻ്റെ മോൻ നല്ല മോനാണെന്ന് പറയുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ബാഡായിട്ടുള്ള ഒരാളെന്നല്ല പറയുന്നത്. പക്ഷേ സ്വന്തം മക്കളെ പറ്റിയിട്ട് മാതാപിതാക്കൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവരവരെ വളരെ നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഞാനൊരു മോശമായ രീതിയിൽ ഞാൻ പോയിട്ടില്ല. ഞാനിപ്പോഴും വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ്ഡായി ഫാമിലി നോക്കി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ വേറൊരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ഒരു ടൈമിൽ എനിക്ക് ഒരു മാരേജൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കല്യാണം നോക്കാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ എന്താ ഇവരെന്നെ ആദ്യമായിട്ട് കാണണമെന്നൊക്കെ ഞാൻ ഓർത്തത്. മനസ്സിലായോ? എന്നെ ഇത്രയും വർഷം കണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ പോയിട്ട് കല്യാണം കഴിക്കുന്ന പറയുമ്പോൾ ഞാനത് ഇവർ ഏത് പ്ലാനറ്റിലാണ് ജീവിക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പോയിന്റിൽ ഞാൻ പറയേണ്ടി വന്നു എനിക്ക് അവരുടെ അടുത്ത്. ഞാൻ ഇപ്പോൾ ഗേ എന്നല്ല പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ഗ്രൂമായിരുന്നു അത്. പുള്ളിക്കാരൻ ഗേ ആണ്, എനിക്കറിയാതെ. അപ്പോൾ അവരുടെ അമ്മ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഷോക്കായി. കാരണം എനിക്കറിയാം പുള്ളിയുടെ നേച്ചർ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു അത് പറ്റൂല, പുള്ളി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് എന്ന് ഞാൻ പറഞ്ഞു. സ്ട്രേറ്റ് ലെവൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഷോക്കായത് ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത്. അപ്പം എന്നോട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മനോട് ഞാൻ ചോദിച്ചു, അമ്മ ഈ ഒരു സംഭവം അമ്മക്ക് ഓർമ്മയുണ്ട? അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മനോട് ഞാൻ പറഞ്ഞത് അത് വേണ്ടാന്ന് പറഞ്ഞത്? അത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലൊന്ന് ഞാൻ പറഞ്ഞു.